സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ. അത് കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്ന് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ പയ്യനെ കൊന്നതാണ് മനഃപൂർവ്വം, തല്ലിക്കൊന്നതാണ്. ബെൽറ്റിനും ഇരുമ്പ് വടിക്കും ഒക്കെ ചവിട്ടിയും അടിച്ചും ഒക്കെ കൊന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഒരു മാതൃഹൃദയങ്ങൾക്കും ഒരു മനുഷ്യനായവർക്കും സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും അങ്ങനെയൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ സാധിക്കില്ല. സോ ഇപ്പോ പുതിയതായിട്ട് വരുന്ന ഒന്ന് രണ്ട് വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആ പയ്യനെ കൊല്ലാനായിട്ട് ഇവരെല്ലാവരും തീരുമാനിച്ചു. ഈ പറയുന്ന 130 കുട്ടികളുടെ മുൻപിൽ വെച്ചിട്ട് ആ പയ്യനെ ആൾക്കൂട്ട വിചാരണ നടത്തി. എത്തപ്പൈ എന്ന് പറഞ്ഞാൽ SFIയുടെ ഈ എന്താ പറയാ, ഇവരെ ഒരു ബ്ലഡി ക്രിമിനൽസ്, ഗവർണർ ഉപയോഗിക്കുന്ന അതേ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതിനേക്കാൾ ഇരട്ടിയാണ് അവരെ പറയേണ്ടത്. ബ്ലഡി ക്രിമിനൽസ് എന്ന് പറഞ്ഞാലൊക്കെ വളരെ കുറഞ്ഞു പോകും. ആ ബ്ലഡി ക്രിമിനൽസ് അല്ല അവര്, അതായത് അതിനിഷ്ഠൂരമായ ദുഷ്ടജന്മങ്ങള്, ക്രൂരസിംഹങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ കഴിക്കാൻ മാത്രമേ വേട്ടയാടുള്ളൂ, അവർക്ക് വിശന്നാൽ മാത്രം. പക്ഷെ ഈ ക്രൂരസിംഹങ്ങള് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇണചേർന്നുണ്ടായതാണോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് അങ്ങനെ ഉണ്ടായതല്ല. ഈ എണ്ണങ്ങൾ ആ കോളേജിലുള്ള ഈ പറയുന്ന ഈ 130 പിള്ളേരുകളും ഈ പ്രവൃത്തി ചെയ്ത പിള്ളേരുകളടക്കം അച്ഛനും അമ്മയും ഇണചേർന്നുണ്ടായ ജന്മങ്ങളാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതാണ് പ്രവൃത്തി. അപ്പോ ഈ പറയുന്ന ആൾക്കൂട്ട വിചാരണ നടത്തിയിട്ട് ഒരു പാവം ചെറുപ്പക്കാരനെ കൊന്നു കൊല വിളിച്ചപ്പോ, ആ കൊന്നു കൊല വിളിക്കാനായിട്ട് ഒറ്റവെട്ടിന് കൊല്ലല്ല ചെയ്തത്, ഇഞ്ചിഞ്ചായി ദിവസങ്ങളോളം പീഡിപ്പിച്ചിട്ടാണ് ആ കുഞ്ഞിനെ കൊന്നത്. അപ്പൊ ആ പയ്യനെ കൊല്ലുമ്പോൾ, കൊന്നു കെട്ടിത്തൂക്കുമ്പോൾ, അത് ഇപ്പൊ വരുന്നത് നമ്മളെല്ലാവരും കേട്ടത് ആ പയ്യനെ കൊന്നു കെട്ടിത്തൂക്കി എന്നാണ്. പക്ഷെ ആ പയ്യനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കെട്ടിത്തൂക്കിയിട്ടില്ല. അതായത് ഇതേവരേക്കും ഒരു മാധ്യമങ്ങളും ഒരു തരത്തിലുള്ള ചാനലുകളും ശ്രദ്ധിക്കാത്ത ഒന്ന് രണ്ട് പോയിന്റ്സ് ആണ് പറയുന്നത്. ആ പയ്യനെ കെട്ടിത്തൂക്കി എന്ന് വരുത്തി തീർത്തതാണ്. ആ കെട്ടിത്തൂക്കാനായിട്ട് ആ പയ്യനെ കെട്ടിത്തൂക്കിയിട്ട് ആ ഡെഡ് ബോഡി അഴിച്ച് അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ആ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ തൂങ്ങാനായിട്ട് ഉപയോഗിച്ച എന്ത് സാധനമാണോ അതിപ്പോ വയറാണോ കയറാണോ അല്ലെങ്കിൽ മറ്റുള്ള തുണികളാണോ അങ്ങനെ എന്തോ ആവട്ടെ, ആ സാധാരണ ഒരു തൂങ്ങി മരിച്ച ജഡം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതിന്റെ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച വസ്തു എന്താണോ അതും അതിന്റെ കൂടെ കരുതുന്നു. ആൻഡ് സ്പെഷ്യലി ആ സമയത്ത് ആ മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന വസ്ത്രം, ആ വസ്ത്രവും കൂടി അതിന് ഇമ്പോർട്ടന്റ് ആണ്. സോ അത് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത് മനഃപൂർവ്വം ആ ബോഡിയിൽ നിന്ന് അന്നുണ്ടായിരുന്ന വസ്ത്രം അത് കൊടുത്തിട്ടില്ല. അത് രണ്ടാമത് തൂങ്ങാൻ ഉപയോഗിച്ച വസ്തു എന്താണോ അതും ഡോക്ടർക്ക് കിട്ടിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഇനി വേറൊരു കാര്യം, ഈ പറയുന്ന പയ്യനെ കൊല്ലാനായിട്ട് ഉപയോഗിച്ചത് അവര് ഈ ഡെഡ് ബോഡി, അതായത് ഈ പയ്യനെ ബെൽറ്റിനടിച്ചും എന്താ പറയാ പുറം വഴിക്കാണെങ്കിലും അകം വഴിക്കാണെങ്കിലും ഈ ബെൽറ്റിനടിക്കുമ്പോൾ പുറത്ത് അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഈ പയ്യന്റെ പുറകില്, അതായത് പുറത്ത് കസേര ഇട്ടിട്ട് കയറി ഇരുന്നിട്ട്, എനിക്ക് വിവരിക്കാൻ പറ്റുന്നില്ല, അതിന് മാത്രം വിഷമം എനിക്ക് വരുന്നുണ്ട്. ഞാൻ ഒരു വിധേനയാണ് ഞാൻ പറഞ്ഞൊപ്പിക്കുന്നത്, ബിക്കോസ് ഞാനും ഒരു അമ്മയാണ്, എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. കാരണം ഒരു മനുഷ്യ ജീവനെ എന്തോ ആയാലും ശരി, ഒരു മനുഷ്യ ജീവനെ ഇത്രത്തോളം ചെയ്ത ഈ ക്രൂര മൃഗങ്ങള് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനായിട്ട് അർഹതയുള്ളവരല്ല. ആ പാവം പയ്യന്റെ മുതുകത്ത് കസാരയിട്ട് കയറിയിരുന്നിട്ട് സിഞ്ചോ എന്ന് പറയുന്നവൻ ആ കസാരയിട്ട് കയറിയിരുന്നിട്ട് ആ കുട്ടിയുടെ തലയ്ക്ക് ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു എന്നാ പറയുന്നത്. ഇരുമ്പ് വടി കൊണ്ട് അവന്റെ തലയ്ക്കടിച്ചു. ആ ബെൽറ്റ് കൊണ്ട് അവന്റെ ദേഹത്തടിച്ചതും അവന്റെ പുറകില് ആഞ്ഞു ചവിട്ടിയിട്ട് അവന്റെ ബോഡിയിൽ ചാടി കയറി ചവിട്ടിയിട്ട്, അതായത് ആഹ്ലാദ നൃത്തം വെച്ചിട്ട് ചാടി കയറി ചവിട്ടിയിട്ട് ആ ചവിട്ടുന്ന സമയത്ത് അവന്റെ കാല് മടങ്ങിയിട്ട് അവൻ ബാൻഡേജ് ഇട്ട് നടക്കുവാണെന്ന്. സിഞ്ചോ എന്ന് പറയുന്ന ഈ ക്രൂര വിഷസർപ്പം ഈ പയ്യന്റെ മേല് കയറി ചവിട്ടിയിട്ട് അവന്റെ കാല് വേദനിച്ചിട്ട്, അപ്പൊ എത്രത്തോളം അവൻ ചാടി കയറി ചവിട്ടിയിട്ടായിരിക്കും അവന്റെ കാലുമേ അവന് പിന്നെ എന്താ പറയാ ബാൻഡേജ് ചുറ്റി നടക്കേണ്ടി വന്നത്. അവന്റെ കാലിന്റെ വേദന സഹിക്കാൻ വയ്യാന്ന് ആ പയ്യനെ ചവിട്ടിയിട്ട്. അപ്പൊ ഇത് മുഴുവനും ആസ്വദിക്കാനും ഇത് മുഴുവനും കാണാനും എല്ലാവരും കൂടി നിന്നിട്ട് ഇതൊക്കെ ആസ്വദിക്കുമ്പോ
ഞാൻ കരുതിയത് ഈ പിള്ളേര് വല്ല കഞ്ചാവ് കഴിച്ചിട്ടോ കഞ്ചാവ് അടിച്ചിട്ടോ അല്ലെങ്കിൽ കള്ളു കുടിച്ചിട്ടോ ബോധമില്ലാണ്ടോ വല്ല മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടോ ആണെന്നാണ് നമ്മൾ എല്ലാവരും കരുതുക. അങ്ങനെയാണ് നമ്മൾ ഒരു സാമാന്യ ബോധമുള്ള എല്ലാവരും ചിന്തിക്കുക അങ്ങനെയാണ്. പക്ഷെ അല്ല, അല്ല. സ്വബോധത്തോടു കൂടിയിട്ട് പച്ചയായ ഒരു മനുഷ്യനെ ഇതുപോലെ അടിച്ചും ഇടിച്ചും ചവിട്ടിയും തല്ലിയും കൊന്നു എന്ന് വേണം പറയാൻ. സ്വബോധത്തോടു കൂടി. ഒറ്റ പയ്യന്മാരും ഒരു കഞ്ചാവിനോ മയക്കുമരുന്നിനോ കള്ളിനോ ഒന്നിനും അടിമയല്ല. അവരെല്ലാവരും സ്വബോധത്തോടു കൂടിയിട്ടാണ് ഇവനെ തീർത്തത്, ഇവനെ കൊന്നുകളഞ്ഞത്, തല്ലിക്കൊന്നത്, അടിച്ചു കൊന്നത്. നീ അത്രയും എന്താ പറയാ, ഒരു തരത്തിലുള്ള മനസാക്ഷിയും ഇല്ലാതെ ആ മനുഷ്യനെ തീർത്തത് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. നമ്മളെല്ലാവരും ഭയപ്പെടണം. ഇതുപോലുള്ള ഈ പറയുന്ന SFI ഗുണ്ടകള്, SFIയുടെ അതായത് ഈ കമ്മ്യൂണിസം തലക്കി പിടിച്ച കമ്മ്യൂണിസത്തിന്റെ മറ്റൊരു പിന്നെ ചേരിമറിഞ്ഞ സംഘടനയാണല്ലോ ഈ സംഭവം. അപ്പൊ ഈ കമ്മ്യൂണിസത്തിന്റെ കുട്ടിക്കുരങ്ങന്മാര്, കമ്മ്യൂണിസം തലക്കി പിടിച്ച അച്ഛനമ്മമാരുണ്ടാക്കി വെക്കുന്ന മക്കളാണിത്. കമ്മ്യൂണിസം തലക്കി പിടിച്ച അച്ഛനമ്മമാരുണ്ടാക്കി വെക്കുന്ന കാട്ടുമൃഗങ്ങളെക്കാൾ ദുഷ്ടരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാര്, അത് അത്ര അതിനീചന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാര് ഉണ്ടാക്കി വെക്കുന്ന മക്കളാണ് ഇതുപോലെ DYFI എന്ന് പറഞ്ഞിട്ടുള്ള SFI എന്ന് പറഞ്ഞിട്ടുള്ള ഈ വക സംഘടനകളിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള അതിനീചന്മാരാണ് ഈ ക്രൂര കൃത്യം ചെയ്ത് ഇതുപോലൊരു പാവം പയ്യനെ കൊലയ്ക്ക് കൊടുത്തത്. എന്നിട്ട് അത് കൂടാതെ ആ പയ്യൻ മരിച്ചു എന്നിട്ടും വെറുതെ വിടാനായിട്ട് തയ്യാറല്ല. ഇവർക്ക് രക്ഷപ്പെടണ്ടേ? ആ പയ്യൻ മരിച്ചു, അത് കള്ളത്തരമാണ്, കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് കണ്ടുപിടിച്ചപ്പോ വീണ്ടും കേസ് ഊരാൻ വേണ്ടിയിട്ട് ഈ പയ്യനെ, ആ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി കേസ് കൊടുക്കാണ് അവളെ പീഡിപ്പിച്ചതായിട്ട്. അവളാണ് ഭൂലോക കള്ളി. ഈ ഒരു പാവം പയ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് ദിവസങ്ങളോളം കഴിഞ്ഞിട്ട്, ആ പയ്യൻ മരിച്ചു ദിവസങ്ങളോളം കഴിഞ്ഞിട്ട് ആ ഡെഡ് ബോഡിയോട് പോലും ഒരു ബഹുമാനമില്ലാതെ ആ ഡെഡ് ബോഡി പീഡിപ്പിച്ചെന്നും പറഞ്ഞിട്ട്, എവളെ ഡെഡ് ബോഡി പീഡിപ്പിച്ചെന്നും പറഞ്ഞിട്ട് എവള് കേസ് കൊടുത്തപ്പോഴ് അത് അതിനേക്കാളും വലിയൊരു എന്താ പറയാ, ഈ പറയുന്ന കേസിൽ നിന്ന് ഊരിപ്പോരാൻ വേണ്ടിയിട്ട് ആരോ കളിച്ച ബുദ്ധിയായിരിക്കാം. ഈ SFIക്കാരാണോ DYFI ഗുണ്ടകളാണോ കമ്മ്യൂണിസ്റ്റിന്റെ ബുദ്ധിയാണോ അന്തം കമ്മികളുടെ ബുദ്ധിയാണോ എന്നറിയില്ല. ഈ പെൺകുട്ടി വീണ്ടും പരാതി കൊടുക്കുവാണ്. എന്ത് പറഞ്ഞിട്ട്? അവളെ പീഡിപ്പിച്ചെന്നും പറഞ്ഞിട്ട്. ആ പീഡിപ്പിച്ചവള്, അത് കാരണം എന്താണെന്നുണ്ടെങ്കിൽ വാലന്റൈൻസ് ഡേയില് അവിടെ എന്തോ ഒരു കലാപരിപാടി നടത്തിയതിൽ, ഡാൻസോ പാട്ടോ എന്തോ നടത്തിയതില് ഈ പറയുന്ന തട്ടമിട്ട ഈ ഭൂലോക ഡാഷ് മോളോട് ഇവൻ പ്രേമാഭ്യർത്ഥന നടത്തി എന്നാണ് പറയുന്നത്. അവളുടെ കൈ പിടിച്ച് ഡാൻസ് ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തതിന്റെ എന്താ പറയാ, ചെയ്തതിന്റെ പകരം വീട്ടാനായിട്ട് ഒരു പക്ഷെ ഈ പെൺകുട്ടി തന്നെയായിരിക്കും ഈ കൊട്ടേഷൻ വെച്ചത്. ഒരു പെണ്ണ് വിചാരിച്ചാൽ അവളുടെ കാലിന്റെ അടി നക്കി കൊടുക്കാൻ വരെ കുറെ ആൾക്കാർ തയ്യാറാണല്ലോ. അപ്പോ ഇവള് പറഞ്ഞ പരാതി, അതും തട്ടമിട്ടവളാണെങ്കിൽ അവൾക്ക് വാല്യൂ കൂടുതലാണ്. സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത വാല്യൂ ആണ് അവൾക്കുള്ളത്. അപ്പൊ ഈ തട്ടമിട്ടവള് കൊടുത്ത കൊട്ടേഷന്റെ പുറത്തായിരിക്കും ഇത്രയും ദാരുണമായിട്ട്, അതിദാരുണമായിട്ട് ഈ കൂടെയുള്ള കുട്ടിക്കുരങ്ങന്മാര്, വിഷജന്തുക്കള് ഈ പാവം പയ്യനെ അങ്ങ് തീർത്ത് കളഞ്ഞത് എന്ന് വേണം അനുമാനിക്കാൻ. അതും പരാതി കൊടുത്തവള് അവിടുത്തെ ഒരു ലോക്കൽ പോലീസുകാരിയുടെ മകളാണ്. ഒരു ലോക്കൽ പോലീസുകാരിയുടെ മകളാണ് പരാതി കൊടുത്തവള്. അപ്പൊ അവർക്ക് ഹോൾഡ് ഉണ്ട്, പോലീസിന് ഹോൾഡ് ഉണ്ട്. അപ്പൊ ഈ പോലീസ് ചെയ്തത് എന്താണെങ്കിൽ, അതായത് ഏതൊരു കാര്യങ്ങളിലും എന്തൊക്കെ കള്ളത്തരങ്ങൾ വന്നാലും ഈശ്വരന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതില് തെളിവ്, ഒരു ചെറിയ തെളിവ് എവിടെയെങ്കിലും അവശേഷിക്കുന്നു പറഞ്ഞ പോലെ ഈ പറയുന്ന ഈ തുടച്ചു നീക്കാനായിട്ട്, വെള്ള പൂശാനായിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരും കമ്മ്യൂണിസ്റ്റ് പോലീസും എല്ലാവരും കൂടിയിട്ട് ബുദ്ധിമുട്ടുന്ന ഈ ഒരു കാര്യത്തില് സംഗതി എന്താണെന്നുണ്ടെങ്കിൽ അവശേഷിച്ച 1-2 ചെറിയ തെളിവുകളാണ് എന്ത്, ഈ പയ്യന്റെ കഴുത്തില് തൂങ്ങാൻ ഉപയോഗിച്ച വസ്തുവും അവൻ ഉപയോഗിച്ചിരുന്ന ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സും ഒരിക്കലും കൊടുക്കാതിരുന്നത് അതിന്റെ പേരിലായിരിക്കും. അത് ഈശ്വരന്റെ തെളിവാണ്, ഈശ്വരന്റെ കയ്യൊപ്പാണ്. അത് വളരെ വാസ്തവമാണ്, പറയാതിരിക്കാൻ വയ്യ. ഇനി ഈ വക കാര്യങ്ങൾ മുഴുവനും അരങ്ങേറിയത് എനിക്ക് തോന്നുന്നത് ഇവിടെ കുറച്ചുനാൾ മുമ്പ് മുഖ്യമന്ത്രിയുടെ മകള് പിന്നെ എന്താ പറയാ ബിസിനസ് ചെയ്തതിലും നോക്കുകൂലി മേടിച്ചതിലും കട്ടെടുത്തതിലും കട്ട് മോഷ്ടിച്ചതിലും ഒരുപാട് കേസുകൾ പിന്നേക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യചിഹ്നമായിട്ട് വന്നപ്പോഴ് ചാനലുകാരുടെ മുൻപിൽ മുഴുവനും അവർ ആഘോഷിക്കാൻ തുടങ്ങിയപ്പോഴ് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിരിക്കാം ഈ കൊലപാതകം നടത്തിയത് എന്ന് വേണം അനുമാനിക്കാൻ. വളരെ ക്രൂരമായിട്ട്. കാരണം സാധാരണ രീതിയിൽ ഒരു പയ്യനെ കൊന്നു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഇല്ല. കാരണം അതങ്ങനെ ഒരു ചെറിയൊരു ന്യൂസ് ആയിട്ട്, ചെറിയൊരു കോളത്തിൽ ന്യൂസ് ആയിട്ട് അതങ്ങനെ ഒതുങ്ങിപ്പോവും.
അപ്പോ ഇത് ഇത്രയും പ്രാകൃതമായിട്ട് കൊല്ലാനായിട്ട് ഒരു കൂട്ടർക്കേ ഇവിടെ സാധിക്കുള്ളൂ. ഇതുപോലെ പ്രാകൃത കൊല നടത്താനായിട്ട് ജോസഫ് മാസ്റ്റർ കൈവെട്ടിയ ടീമിനെ ഇതുപോലുള്ള പ്രാകൃത കൊലകൾ നടത്താൻ സാധിക്കുള്ളൂ എന്ന് വളരെ സത്യമായിട്ട് ഞാൻ പറയുന്നു. അങ്ങനെയുള്ള ഒരു കൊല നടത്താനായിട്ട് അങ്ങനെയുള്ള ഒരു വർഗം ആ കോളേജിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അങ്ങനെയുള്ള വർഗത്തിന്, അതായത് PFI പോലെയുള്ള ഭീകര സംഘടനകൾക്ക്, ഇതേപോലത്തെ ISISന്റെ ബന്ധമുള്ള PFI പോലുള്ള ഭീകര സംഘടനകളിലെ ആൾക്കാരാണ് ഈ കൊലയ്ക്ക് പുറകിലെന്ന് ഞാൻ വളരെ സ്പഷ്ടമായിട്ട് ഞാൻ പറയുന്നു. അവര് തന്നെ ചെയ്തെന്ന്. അവരല്ലാതിരിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. ഈ പറയുന്ന പെണ്ണ്, ഈ തട്ടമിട്ട പെണ്ണ്, അവളും അതിനകത്ത് ഏറ്റവും വലിയ കള്ളിയായിരിക്കും. ഈ തട്ടമിട്ട പെണ്ണായിരിക്കും എല്ലാത്തിന്റെയും കൊട്ടേഷൻ കൊടുത്തിട്ട് ഈ പയ്യനെ കൊലയ്ക്ക് കൊടുത്തത്. കാരണം ഒരു പാവം ഹിന്ദു പയ്യനാവുമ്പോ ഒരാളും ചോദിക്കാനില്ല, പറയാനില്ല, ചാനലുകാർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണില്ല. ഇപ്പൊ ചാനലില് ഈ സംഗതികളെല്ലാം വന്നത് പിന്നെ ഈ കൊലപാതകത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോ എല്ലാവരും വളരെ അസന്നിഗ്ധമായിട്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മൊട്ട അരുൺ എന്ന് പറയുന്ന ഒരു കഴുതയുണ്ടല്ലോ, കോവർ കഴുത, ഒരു മൊട്ട അരുൺ, അവൻ പറയുന്നത് ഇത് എന്താ പറയാ, നാണക്കേട് കൊണ്ട്, പീഡനം കാരണം അവൻ പീഡിപ്പിച്ചത് കൊണ്ട്, ഒരു പെൺകുട്ടിയെ അവൻ പീഡിപ്പിച്ചത് കൊണ്ടാണ് അവൻ അങ്ങനെ, നാണക്കേട് കൊണ്ടാണ് അവൻ തൂങ്ങി മരിച്ചെന്നൊക്കെയാണ് നമ്മുടെ കോവർ കഴുതയായ ഒരു മൊട്ട അരുൺ ഉണ്ടല്ലോ അവൻ പറയുന്നത്. അവനെയൊക്കെ ഈ ചെയ്ത പോലെ, ആ സിദ്ധാർത്ഥിനെ ചെയ്ത പോലെ ഈ പറയുന്നവനെയൊക്കെ ചെയ്യേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് ചാനലിൽ വായ വന്നത് വിളിച്ചു പറയുമ്പോ അത് ഏത് പിന്നെ നായിന്റെ മോനായാലും അവനെയൊക്കെ റോഡിൽ കണ്ടാൽ അവിടെ കൊടുക്കണം. ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഇതേമാതിരിയുള്ള ചാനലുകളിൽ വന്നിരുന്നിട്ട് ന്യൂസുകളായാലും മറ്റുള്ള കാര്യങ്ങളായാലും നേരും നെറിവുമില്ലാതെ പറയുന്നവന് റോഡിൽ ഇറങ്ങുമ്പം അവിടെ വെച്ചിട്ട് കൊടുക്കണം. പിന്നെ അവൻ അങ്ങനത്തെ വർത്തമാനം പറയാൻ വായ തുറക്കാൻ പാടില്ല. ഒരു പാവം പയ്യൻ മരിച്ചിട്ട് അവന്റെ വീട്ടുകാർ അത്രയും അതീവ ദുഃഖത്തിൽ അവര് പിന്നെ സങ്കടപ്പെട്ട് മനം നൊന്ത് ഒരു നാട് മുഴുവനും സങ്കട കണ്ണീരോടെ ഇരിക്കുമ്പോ ഇതുപോലുള്ള ചാനലിൽ വന്നിരുന്നിട്ട് ഇതുപോലത്തെ വിഷം തുപ്പുന്ന കോവർ കഴുതേ, ഈ കോവർ കഴുതയെ മൊട്ട അരുണുണ്ടല്ലോ, കോവർ കഴുതേ, നിന്നെയാണ് അതുപോലെ ചെയ്യേണ്ടത്. നിന്നെയൊക്കെ ചാട്ടവാറിനടിക്കേ വേണ്ടത്. മനസാക്ഷിയില്ലാത്ത നീച ജന്തു, നീച മൃഗം. നിന്നെ തന്നെ ഞാൻ പറയുന്നത്, നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം. നിന്റെ ചാനലിനകത്ത് നീ പുറത്തിറങ്ങുമ്പോ നിനക്ക് നാട്ടുകാർ തരാത്തതാണ് നീയൊക്കെ ഇത്രയും വലിയ ചെലപ്പ് ചലക്കാനുള്ള കാരണം. ഒരു പാവം ചെറുപ്പക്കാരൻ മരിച്ചിട്ട് അവനെ കൊന്നു കളഞ്ഞിട്ട് പിന്നെ നീ ന്യായീകരിക്കാൻ വരുന്നോ? എന്തിനു വേണ്ടിയിട്ടായാലും ശരി, ആരായാലും ശരി, മനുഷ്യരായവരിങ്ങനെ ചെയ്യരുത്. കഷ്ടമാണത്, വളരെ വളരെ കഷ്ടമാണ്. കാരണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു കൊലപാതകമാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ കൊലപാതകം മരിച്ചു, അവർക്ക് അവരുടെ മകൻ നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് തട്ടമിട്ട പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ചെന്നു എന്ന് പറയുന്ന ഈ നീചമായ സ്വഭാവം, അവളാണ് കള്ളി. അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന SDPI ഗുണ്ടകള്, അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പച്ച വെളിച്ചം പോലീസ്, അവിടെ നടക്കുന്ന ISIS ക്രിമിനൽസ്, ഇവരെല്ലാവരും കൂടി ചേർന്ന് തീവ്രവാദികളാൽ വധിക്കപ്പെട്ട പയ്യനാണ് സിദ്ധാർത്ഥ് എന്ന് ഒരു സംശയം കൂടാതെ ആർക്കും പറയാൻ സാധിക്കും. എന്നിട്ട് പോലീസിനെ വെച്ചിട്ട് കളിക്കുകയാണ്, നിയമപാലകരെ വെച്ചിട്ട് കളിക്കുകയാണ്, നിയമപാലകരും കളിക്കുകയാണ്. നിയമപാലകർ എന്താ പൊട്ടന്മാരാ? പൊട്ടനായിട്ട് അഭിനയിക്കുകയാണ്. കാരണം അവർക്കും ജോലി ചെയ്യാൻ പറ്റില്ല. കാരണം SFI ഗുണ്ടകളല്ലേ, SFI ഗുണ്ടകളെ സംരക്ഷിക്കണ്ടേ, DYFI ഗുണ്ടകളെ സംരക്ഷിക്കണ്ടേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കൊലപാതകമാണ് വാളയാർ കൊലപാതകം. വാളയാർ കൊലപാതകത്തിലും പോലീസുകാർ ചെയ്തത് ഇതേ അവസ്ഥയാണ്. വാളയാർ കൊലപാതകത്തിലും ഒരു മാസം വരെ, അതായത് ആ കുട്ടികളെ റേപ്പ് ചെയ്ത് കൊന്നിട്ട് ആ സമയത്ത് എടുക്കേണ്ട തെളിവുകളൊന്നും പോലീസുകാർ എടുക്കാതെ ആ തെളിവുകൾ നശിപ്പിക്കാൻ അവർക്ക് സമയം കൊടുത്തു കഴിഞ്ഞപ്പോ അന്നേരമാണ് പ്രതി ഈസി ആയിട്ട് രക്ഷപ്പെട്ടത്. എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത്? അവൻ ഒരു കമ്മിയായിരുന്നു, അവൻ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അതുകൊണ്ടാണ് ഇവരെല്ലാവരും കൂടി അവനെ വളരെ ഈസി ആയിട്ട് രക്ഷപ്പെടുത്തിയത്. പോലീസ് വരെ അവർക്ക് കൂട്ടുനിന്നു. പോലീസ് കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കാനും തെളിവെടുപ്പിന് നടത്താനും പോലീസുകാർ തയ്യാറാവണം. പോലീസുകാർ വേണം ഇത്ര സമയത്തിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ അവിടുത്തെ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നതിന് മുൻപ് പോലീസ് വേണം അവിടെ തെളിവെടുക്കാനായിട്ട്. പക്ഷെ പോലീസ് അതിന് തുനിഞ്ഞില്ല. പല പ്രധാനപ്പെട്ട തെളിവുകളും അതോടുകൂടി തേച്ചു മാറ്റപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കക്ഷി, ഈ വാളയാർ പീഡനത്തിലെ കക്ഷി ഒരു പ്രശ്നവുമില്ലാതെ പുറത്ത് ഇറങ്ങി നടക്കുന്നു. അവന് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല. അതേ അവസ്ഥയാണ് ഈ പീഡനത്തിലും, അതേ അവസ്ഥയാണ് ഈ കൊലപാതകത്തിലും. അതായത് തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ പയ്യനെ കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച കയറും, കെട്ടിത്തൂക്കാൻ ആ സമയത്ത് പയ്യനിട്ടിരുന്ന വസ്ത്രങ്ങളും കൊടുക്കാതിരുന്നത്. ഒരുപാട് തെളിവുകൾ അതിനകത്ത് പറയാനുണ്ട്. അത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ആ വാക്കുകൾ ഇപ്പൊ പലരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അതാണ് കാര്യം.
പിന്നീട് പറയുന്നത് പയ്യനെ കെട്ടിത്തൂക്കിയതാണെങ്കിലും പയ്യൻ സ്വയം തൂങ്ങിയതാണെങ്കിലും ശരി, ആ പയ്യൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല, നോ ചാൻസ് ആണ്. അത് അങ്ങനെ ആണെങ്കിൽ കൂടിയിട്ട്, കെട്ടിത്തൂക്കിയതാണെങ്കിൽ കൂടിയിട്ട് അവന്റെ കഴുത്തിലെ പേശികൾക്ക് അത്രയും, കാരണം എന്താ പറയാ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർക്ക് അതിൻ്റെതായ എല്ലാ എക്സ്പീരിയൻസും ഉള്ള ഒരു ഡോക്ടർ ആയിരിക്കും. ആ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ഡോക്ടർ ചെയ്ത ഏത് പോസ്റ്റ്മോർട്ടങ്ങളും അവർക്ക് തൂങ്ങി മരിക്കുന്ന ആളുടെ കഴുത്തിലുണ്ടാവുന്ന മുറിപ്പാടുകൾ എന്താണെന്നും അത് എങ്ങനെയാണെന്നും എല്ലാം അവർക്ക് വ്യക്തമായിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്കുണ്ട്. അപ്പോ ഈ പയ്യനെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അവന്റെ കഴുത്തില് ജസ്റ്റ് പേശികളൊന്ന് ചെറുതായിട്ടൊന്ന് മുറുകിയിട്ടുണ്ടെന്നല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള പരിക്കുകളും അവന്റെ കഴുത്തിലുണ്ടായിരുന്നില്ല. ഒരു ഞരമ്പ് പൊട്ടുവോ അല്ലെങ്കിൽ ഇവിടുത്തെ വെയിൻ മുറിയോ അല്ലെങ്കിൽ ആ പേശികൾ ചതയോ എല്ല് പൊട്ടോ അങ്ങനെ യാതൊന്നും സംഭവിക്കാതെ വളരെ എന്താ പറയാ സൂക്ഷ്മമായിട്ട് ഈ പയ്യനെ അങ്ങനെ കൊണ്ട് അവര്, ഒരു പക്ഷെ പയ്യൻ അങ്ങനെ തൂങ്ങിയതൊന്നും ഉണ്ടായിരിക്കില്ല. ഇവര് അങ്ങനെ വരുത്തി തീർത്തതായിരിക്കും. അതിന് ഏറ്റവും കൂടുതൽ കൂടെ നിന്നത് അവിടുത്തെ ഡീനാണ്. ഏതാണ്ട് ഈ രാമേച്ചിക്ക് മരപ്പട്ടിയിൽ ഉണ്ടായ പോലത്തെ ഒരു സാധനം, അത് അങ്ങനെ തന്നെ ഞാൻ പറയണം, വെരി സോറി, ബട്ട് എനിക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ആ ഡീൻ എന്ന് പറയുന്ന ആ സംഭവത്തിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഈനാമ്പേച്ചിക്ക് മരപ്പട്ടിയിൽ ഉണ്ടായ പോലത്തെ ഒരു സാധനം. ആ സാധനമാണ് ഈ തോന്നിവാസങ്ങൾക്ക് മുഴുവനും കൂട്ടുനിന്നത്. അവന് SDPI നിന്നാണോ ISIS നിന്നാണോ എവിടുന്നാണോ അവന് ഫണ്ട് വരുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ട് അവൻ ഇതിനൊക്കെ കൂട്ടുനിന്നു എന്നുള്ളത്. പിന്നെ അവിടുത്തെ ഇപ്പം 400ഓളം പെൺകുട്ടികളെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന്. അവിടുത്തെ അബ്ദുൾ ഗഫൂർ എന്നോ എന്തോ പറഞ്ഞിട്ടുള്ള ഒരുത്തൻ ഒരു PTA പ്രസിഡന്റ് ആണ്. ആ PTA പ്രസിഡന്റ് ഇവിടുത്തെ പെൺകുട്ടികളെ ആരും വെളിയിൽ പോവാതിരിക്കാൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം അവരുടെ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യലൊക്കെ ബുദ്ധിമുട്ടായി തീരുന്നു പറഞ്ഞിട്ട് അവൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ PTA പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരാ? അവനാണോ അവിടെ നിയന്ത്രിക്കുന്നത്? അവനാണോ ഇത് നിയന്ത്രിക്കുന്നത്? ഈ പറയുന്ന PTA പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണോ? ഈ ഒരു കോളേജിലെ PTA പ്രസിഡന്റ് എന്ന് പറയുന്ന വെറും നാറി, ഒരു തേർഡ് റേറ്റ്, ഇവനാണോ ആ കോളേജ് നിയന്ത്രിക്കുന്നത്? അത് ഇന്ന് മനസ്സിലാവുമല്ലോ കോളേജിന്റെ ഭരണം ആരുടെ കയ്യിലാണെന്നുള്ളത്. കുറെ SDPI ഗുണ്ടകളുടെ കയ്യിലായിരിക്കും ഈ കോളേജിന്റെ ഭരണം. SDPI ആയിരിക്കും അവിടെ ഭരിക്കുന്നത്. ഈ ISIS തീവ്രവാദികളാൽ എന്താ പറയാ ഭരിക്കപ്പെടുന്ന കോളേജ് ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ പച്ചവെളിച്ചമായിരിക്കും മൊത്തത്തില്. അതാണ് ഈ പോലീസുകാരുടെ മകളും കൂടിയിട്ട് ചേർന്നുകൊണ്ട് ഇത്രയും വലിയ ഒരു ദുഷ്ട കൊല അരങ്ങേറിയത്. ഒരു പാവം പയ്യനെ കൊന്നത്. പിന്നെ അതിൽ കൊലപാതകികൾ മുഴുവനും എല്ലാവരുടെ പേരുകളും ശ്രദ്ധിച്ചാൽ നമുക്ക് തോന്നും എല്ലാത്തിന്റെ മേലെ നമ്മുടെ എന്താ പറയാ ഒരു ഹിന്ദു ടച്ച് ഉണ്ടാവും എല്ലാത്തിന്റെ പേരിലും. പക്ഷെ അവസാനം നോക്കുമ്പോൾ മനസ്സിലാവും ഇത് വെറും സുഡാപ്പീസ് മാത്രമാണെന്ന്. അപ്പൊ ഈ മുസ്ലിം നാമധാരികള് സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എടുത്തണിയുന്ന ഒരു മേലങ്കിയാണ് ഏതെങ്കിലും ഒരു ഹിന്ദു നെയിം. ആ ഹിന്ദു നെയിമിന്റെ അവസാനം വന്നിട്ട് ഈ പറയുന്ന അവന്റെ ഒറിജിനൽ സംഭവം ഉണ്ടാവും. അത് ആരും അറിയില്ല. ഇപ്പൊ എല്ലാവർക്കും ഒരു ഫാഷനാണ്. ഒരാളുടെ പേര് കൊണ്ട് ഒരിക്കലും ഒരാളെ തിരിച്ചറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ പേര് ഭംഗിയായിട്ട് അങ്ങ് മറയ്ക്കും. എന്നിട്ട് ഒരു ഹിന്ദു നാമധാരി ആക്കി തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയുള്ള പേരുകളായിരിക്കും. ആ പേരുകളാണ് ഇപ്പൊ മുഖ്യ കൊലപാതകികൾക്കും കൊടുത്തിട്ടുള്ളത്. കൊലപാതകികൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെയും ആ മരിച്ച ജഡത്തിനെ വെറുതെ വിടാതെ നടക്കുന്ന ഈ ക്രൂരകൃത്യം ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ സാധിക്കൂ. കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങളുടെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒരേപോലെയാണ്. ഒരു മാലയിൽ കൊരുത്ത മുത്താണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. സ്ത്രീകൾക്കും ഇല്ല ഒരു തരത്തിലുള്ള മനസാക്ഷിയും ഓരോ സ്ത്രീകൾക്കും ഇല്ലാത്ത യാതൊരു തരത്തിലുള്ള മനസാക്ഷിയോ അല്ലെങ്കിൽ മാതൃത്വമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ദയയോ ഒന്നുമില്ലാത്ത ക്രൂര മൃഗങ്ങളാണ് കമ്മ്യൂണിസം എന്നത് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ. പിന്നെ അത് ആണായാലും ശരി പെണ്ണായാലും ശരി, കുഞ്ഞാണെങ്കിലും ശരി വലുതാണെങ്കിലും ശരി, എല്ലാം ക്രൂര മൃഗങ്ങളാണ്. വെറും ക്രൂര മൃഗങ്ങൾ പോലും മറയ്ക്കും. കമ്മ്യൂണിസ്റ്റ് ജിഹാദികളെ മൃഗങ്ങൾ പോലും നിങ്ങളുടെ മുമ്പിൽ തോറ്റുപോകും, നാണം കെട്ടുപോകും നിങ്ങളുടെ മുൻപിൽ. അത്രയ്ക്ക് ദുഷ്ടരാണ്. ഇങ്ങനെയുള്ള മനുഷ്യരാണ് നമ്മുടെ ഭൂമിയിലെങ്കിൽ, ഇങ്ങനെയുള്ള മനുഷ്യരാണ് നമ്മുടെ കേരളത്തിലെങ്കിൽ നമ്മൾ എങ്ങനെ അവിടെ ജീവിക്കും? നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. വളരെ 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 സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതെവിടേക്കാണ് പോക്ക്? കേരളത്തിന്റെ പോക്ക് എവിടേക്കാണ്? അതായത് ഒരു മകള് കട്ടു, മകളെ പോലീസ് പിടിക്കും, മകളെ അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരും എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോ മകളുടെ അച്ഛൻ കറക്റ്റായിട്ട് കൃത്യസമയത്ത് സംഗതി പ്ലാൻ ചെയ്തു. കൃത്യമായിട്ട് സുഡാപ്പീസിന് ഉത്തരവ് കൊടുത്തു, ഒരെണ്ണത്തിനെ കാച്ചിക്കോ. അപ്പൊ ആ ഉത്തരവ് പ്രകാരം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉത്തരവ് പ്രകാരം അസലായിട്ട് ഒരെണ്ണത്തിനെ കാച്ചി. അത് നല്ല ഹിന്ദു നെയിം നോക്കിയിട്ട്, ഹിന്ദു നാമധാരിയായ ഒരുത്തനെ നോക്കിയിട്ട് ഒരു കാരണം ഉണ്ടാക്കിയിട്ട് അവനെ കാച്ചി. ഈ ഏതോ ഒരു കുളത്തില് വെള്ളം കുടിക്കാൻ ചെന്ന ആട്ടുംകുട്ടിയുടെ അവസ്ഥയാണ്. ചെന്നായ, നമ്മുടെ ഭരണകർത്താവ് ഒരു ചെന്നായയാണ്.
അപ്പൊ അയാളുടെ മകൾക്ക് കാട്ടുകള്ളിയായ മോഷ്ടിച്ച കക്കണ കള്ളിയായ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പോലീസ് പിടിക്കുമെന്നായപ്പോൾ ഈ പറയുന്ന ഗൂഢാലോചനയിൽ ഉണ്ടാക്കിയതാണ് ഈ പയ്യന്റെ കൊലപാതകം. അതിനെ തേച്ചു മാറ്റാൻ വേണ്ടി, അതായത് പിന്നെ മന്ത്രിസഭയിൽ പറഞ്ഞല്ലോ, എന്റെ ഭാര്യ അവളുടെ അമ്മ എന്ന് പറയുന്ന എന്റെ ഭാര്യയുടെ മകളുടെ അമ്മയുടെ അവളുടെ അമ്മ പെൻഷൻ കാശ് കിട്ടിയതൊട്ടാണ് അവള് കമ്പനി തുടങ്ങിയെന്ന് പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിക്ക് മോൾക്ക് നൊന്തപ്പം മുഖ്യമന്ത്രിക്ക് പൊള്ളി. അപ്പൊ ആ കഥകളെ തേച്ചു മാറ്റാനായിട്ട് ഇപ്പൊ ഭംഗിയായി പോയല്ലോ. മോള് കട്ടുമുട്ടിച്ചതെല്ലാം പോയില്ലേ? ആരെങ്കിലും ഇപ്പൊ മിണ്ടുന്നുണ്ടോ മോളെ കുറിച്ച്? അപ്പൊ വീണ വിജയന് പൊള്ളുമെന്ന് കണ്ടപ്പോ വേറൊരു കൊച്ചിനെ ബലിയാടാക്കിയിട്ട് ആ കേസിനെ എങ്ങ് തേച്ചു മാറ്റും. ഇപ്പൊ എന്താ ഉള്ളത്? സിദ്ധാർത്ഥന്റെ കൊലപാതകം മാത്രമായി. അതെങ്ങനെ കൊല്ലണമെന്നും കൂടിയിട്ട് ഈ നായ്ക്കൾക്ക് ഇയാൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. കാരണം 51 വെട്ടിയിട്ട് മുഖം വികൃതമാക്കിയിട്ട് കൊന്നുകളഞ്ഞ ഒരു TP ചന്ദ്രശേഖരനുണ്ടല്ലോ, ആ കൊലപാതകത്തിലടക്കം കയ്യാളാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി. അപ്പൊ ആ മുഖ്യമന്ത്രിക്ക് എങ്ങനെ വികൃതമാക്കി കൊല്ലണമെന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ട, അയാൾ കൃത്യമായി അത് ചെയ്തോളും. പിന്നെ ഈ സുഡാപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രഞ്ജിത്ത് ശ്രീനിവാസനെ വീട്ടിൽ കയറി ചെന്നിട്ട് വെളുപ്പാങ്കാലത്ത് പുലർച്ചെ സമയത്ത് വീട്ടിൽ കയറി ചെന്നിട്ട് കൂടം കൊണ്ടടിച്ച് കൊലപ്പെടുത്തിയത്, തലച്ചോറ് ചിന്നിച്ചിതറും വിധം, തലയോട്ടി ചിന്നിച്ചിതറും വിധം, കണ്ണ് തെറിച്ചു പോകും വിധം കൂടം കൊണ്ടടിച്ചിട്ട് 10-14 പേര് ഒരു വീടിനകത്ത് അതിക്രമിച്ച് കയറിയിട്ട് നമ്മുടെ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന ആ മനുഷ്യനെ ചതച്ചും തല്ലിയും അടിച്ചും കൊന്നിട്ട് ഓരോരുത്തരും 14 പേരും മാറി 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 വാളുകൊണ്ട് വെട്ടി തുണ്ടമാക്കിയപ്പോ ആ SDPI ഭീകരത നമ്മൾ കണ്ടപ്പോൾ ആ SDPI ഭീകരത തന്നെയാണ് ഈ കൊലപാതകത്തിലും സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിലും. ഇതെല്ലാം നാളെ നമ്മുടെ എല്ലാവരുടെ വീടുകളിലേക്ക് വരാൻ പോവാണ്. അവിടേക്കാണ് പോക്ക്. ഈ മുഖ്യമന്ത്രി ഈ പരനാറി വിജയൻ ഇങ്ങനെ ഇനി ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേരളം രക്തക്കളമാവും. ഇവിടെ ഒരു ഹിന്ദുവും അവശേഷിക്കില്ല, ഒരു ക്രിസ്ത്യാനിയും അവശേഷിക്കില്ല. എല്ലാത്തിനെയും കൊലക്കി കൊടുക്കും ഇയാള്. ഈ SDPI എന്ന് പറയുന്ന ക്രൂര സംഘങ്ങൾ നുഴഞ്ഞു കയറിയ കമ്മ്യൂണിസത്തില്, ഈ പകല് ചോപ്പും രാത്രി പച്ചയുമായിട്ട് നടക്കുന്ന ഈ കമ്മ്യൂണിസത്തിനെ പാല് കൊടുത്ത് വളർത്തുന്ന പിണറായി വിജയൻ, ഇവന്റെ പാല് കൂടി നിർത്തിയിട്ട് ഇവൻ ഈ പരിപാടി നിർത്തിയില്ലെങ്കിൽ കേരളം രക്തക്കളമാവും. കേരളം അവശേഷിക്കില്ല. ഒരെണ്ണത്തിന് പോലും ഇയാൾ വച്ചേക്കില്ല. എല്ലാത്തിനും കൊലക്കി കൊടുക്കും. അവസാനം അവനും അവന്റെ ഭാര്യയും അവന്റെ മക്കളും കൂടിയിട്ട് ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയിട്ട് സുഖമായിട്ട് ജീവിക്കും. അവിടേക്കാണ് പോക്ക്. പോലീസിനെയും അതിനുപയോഗിക്കുകയാണ്. അധികാരവും അതിനു വേണ്ടിയിട്ട് ദുർവിനിയോഗം ചെയ്യാണ്. കാരണം പോലീസിനോട് ആഭ്യന്തരമന്ത്രി ആരാണ്? പിണറായി വിജയനാണ്. ഈ പിണറായി വിജയൻ അറിയാം ആര് കേസെടുക്കണം, ആരുടെ പേരിൽ കേസെടുക്കണം എന്ന്. ആരെങ്കിലും ഹെൽമെറ്റ് വെക്കാണ്ട് ബൈക്കിന്റെ പുറകിൽ പോയി കഴിഞ്ഞാൽ അവന്റെ പേരിൽ ക്രിമിനലായിട്ട് അവന്റെ ജീവിതകാലം മുഴുവനും ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള വകുപ്പിടും. ഇതൊരു മനുഷ്യനെ പച്ചയ്ക്ക് 3 ദിവസം വെള്ളം കൊടുക്കാതെ പീഡിപ്പിച്ച് കൊന്നതിന് യാതൊരു തരത്തിലുള്ള കൊലപാതക കുറ്റത്തിനുള്ള കേസോ അതിനുള്ള വകുപ്പോ ചാർത്തിയിട്ടില്ല. ഇപ്പോഴും ഈ പറയുന്ന പിള്ളേരുകളുടെ പേരിൽ കൊലപാതക കുറ്റം ചാർത്തിയിട്ടില്ല, ക്രിമിനൽ കുറ്റം ചാർത്തിയിട്ടില്ല. അങ്ങനെയാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ വച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പിണറായി വിജയന്റെ കഴിവാണ്. പിണറായി വിജയൻ വിചാരിച്ചാൽ കേസെടുക്കാം, പിണറായി വിജയൻ വിചാരിച്ചില്ലെങ്കിൽ കേസെടുക്കില്ല. പിണറായി വിജയന്റെ കയ്യിലാണ് പോലീസ്. അയാൾ മുള്ളാൻ പറഞ്ഞാൽ കേരള പോലീസ് മുള്ളും, അയാൾ മുള്ളണ്ടെന്ന് പറഞ്ഞാൽ കേരള പോലീസ് മുള്ളില്ല. താഴെ കിടന്നിട്ട് തറയിൽ കിടന്നിട്ട് എഴയാൻ പറഞ്ഞാൽ കേരള പോലീസ് എഴയും. പിണറായി വിജയന്റെ കാലിന്റെ അടി നക്കാൻ പറഞ്ഞാൽ നക്കും. അത്രയ്ക്കും തരം താഴ്ന്ന കേരള പോലീസെ നാളെ നിങ്ങളുടെ മക്കൾക്കും ഇതേ ഗതിയാണ്. അന്നേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ സങ്കടം എന്താണെന്ന്, ഇതിന്റെയൊക്കെ വിഷമം എന്താണെന്ന് നാളെ നിങ്ങളുടെ മക്കൾക്കും വരും. നിങ്ങളുടെ മക്കൾക്ക് വരുമ്പോഴേ, നിങ്ങളുടെ കുടുംബത്തെ ഓരോരുത്തർക്കും വരുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്കത് മനസ്സിലാവില്ല. ന്യായം നടപ്പാക്കേണ്ട ന്യായാധിപന്മാര് ഇതുപോലെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിന്നാൽ അതിൽ ഒരെണ്ണമെങ്കിലും പേരിനുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ കേരളത്തിൽ ഇതുപോലെ തോന്നിവാസം നടക്കുവോ? ഈ രാഷ്ട്രീയ കളികൾ നടക്കുവോ? ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുവോ? എന്താണ്? എവിടേക്കാണ് പോക്ക്? എവിടേക്കാണ് ഈ കേരളത്തിന്റെ പോക്ക്? ഒരു ഭാഗത്ത് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളും ഭാര്യയും മക്കളും എല്ലാവരും കട്ടുമുടിക്കുന്നു, ബന്ധുക്കളും കൂടിയിട്ട് അന്യായ നിയമനങ്ങൾ നടത്തുന്നു. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനോ പോലീസ് വിളിക്കാനോ പോലീസ് ചോദ്യം ചെയ്യാനോ തയ്യാറായി കഴിഞ്ഞാൽ നാട്ടിൽ മറ്റുള്ളവരെ കൊലയ്ക്ക് കൊടുത്തിട്ട് സ്വയം രക്ഷപ്പെടുന്ന മുഖ്യമന്ത്രി. ഇതില് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടിയിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയാണ്. അദ്ദേഹവും ഒരു മുസ്ലിമാണ്. കണ്ടു പഠിക്കണം. ഈ സുഡാപ്പി കുഞ്ഞുങ്ങള്
ഈ ദേശസ്നേഹിയായ മുഹമ്മദ് ആരിഫ് ഖാനെ കണ്ടു പഠിക്കണം. ആ മനുഷ്യനാണ് ആണൊരുത്തൻ. ഇത്രയും വലിയൊരു എന്താ പറയാ മുണ്ടവഴി മൂത്രം പോകുന്ന ഒരു പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ, ആഭ്യന്തരമന്ത്രി കേരളം ഭരിക്കുമ്പോൾ, അയാളെ കൊണ്ട് ഞൊട്ടാൻ പോലും സാധിക്കാതെ ഇരിക്കുമ്പോൾ, അങ്ങനെ ഇരിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ, ഗവർണർക്കും അതിൻ്റെതായ പവർ ഉണ്ടെന്നുള്ളത് നമ്മളെ കാണിച്ചു തന്ന ആളാണ് മുഹമ്മദ് ആരിഫ് ഖാൻ. ഗവർണർ എന്താണെന്ന് ഇത്രയും കാലം ഗവർണർ വെറും റബ്ബർ സ്റ്റാമ്പ് ആയിരുന്നു. അതായത് ഇവർ പറയുന്ന ഫയലുകൾ ഒപ്പിട്ട് കൊടുക്കാനും, ഇവർ പറയുമ്പോ ഇരിക്കാനും, ഇവർ പറയുമ്പോ നിൽക്കാനും മാത്രമുള്ള ഒരാളായിരുന്നു ഗവർണർ. അതല്ലെന്ന് ഈ ഗവർണർ നമ്മളെ പഠിപ്പിച്ചു തന്നു. ഗവർണർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്, ഗവർണർക്കും പവർ ഉണ്ട്, വിൽ പവർ ഉണ്ട്. ഗവർണർ വിചാരിച്ചാലും ഇവിടെ പലതും സംഭവിക്കും എന്ന് മുഹമ്മദ് ആരിഫ് ഖാൻ നമ്മളെ പഠിപ്പിച്ചു. എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് എനിക്ക് മുഹമ്മദ് ആരിഫ് ഖാനാണ് എനിക്ക് ജയ് വിളിക്കാൻ തോന്നുന്നത്, സിന്ദാബാദ് വിളിക്കാൻ തോന്നുന്നത്. ഞാൻ സത്യമായിട്ടും പറയാണ്, മുഹമ്മദ് ആരിഫ് ഖാന് ഞാൻ സിന്ദാബാദ് വിളിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി മുഹമ്മദ് ആരിഫ് ഖാൻ കി ജയ്, ജയ് ഹോ. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ജയ് വിളിക്കുകയാണ്. കാരണം അത്രയ്ക്ക് മന്ദസോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തില് തീരുമാനങ്ങൾ എടുത്തത്. അദ്ദേഹം VC സസ്പെൻഡ് ചെയ്തു. ഇനിയുള്ള കാര്യങ്ങള് ചൂട് പിടിച്ചതായിരിക്കും. ഒരു മനുഷ്യനാണ്, അയാൾ ഒറ്റയ്ക്കാണ്. അയാളെ തട്ടി വീഴ്ത്താനും അയാളെ പിന്നെ തല്ലിക്കൊല്ലാനൊക്കെ ഒരുപാട് പേര് നോക്കി. SFI ഗുണ്ടകളും പിന്നെ DYFI ഗുണ്ടകളും ഒക്കെ നോക്കി, പക്ഷെ നടന്നില്ല. അയാൾ ആ നെറുക്കനങ്ങ് കളത്തിലിറങ്ങി കളിച്ചപ്പോൾ ഇവർക്ക് ആർക്കും യാതൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അയാളുടെ രോമത്തെ തൊടാൻ പറ്റിയില്ല. മുഹമ്മദ് ആരിഫ് ഖാന്റെ രോമത്തിന് തൊടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ. തോറ്റു തുന്നം പാടിയല്ലോ. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന് ചെയ്യാനുള്ളതും അദ്ദേഹം ചെയ്യട്ടെ. ഞാൻ അദ്ദേഹത്തിനൊപ്പമാണ്. എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു സമാധാനം, ഈ കേരള ജനതയ്ക്ക് മൊത്തം മുഹമ്മദ് ആരിഫ് ഖാനെ കുറിച്ച് ഒരുപാട് അഭിമാനമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിനോട് ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയാണ് മുഹമ്മദ് ആരിഫ് ഖാനോട്. അതായത് എല്ലാം അവസാനിക്കാനാവുമ്പോ, അതായത് എത്ര എന്താ പറയാ അധർമ്മങ്ങൾ പെരുകുമ്പോൾ ആ അധർമ്മങ്ങളെ മുഴുവനും ഭേദിക്കാനായിട്ട് ഒരു ധർമ്മി ജീവനെടുക്കും അല്ലെങ്കിൽ ജന്മമെടുക്കും എന്നുള്ളത് വളരെ സത്യമാണ്. ഇത്രയും വലിയ അധർമ്മികള്, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഭ്രാന്തന്മാര്, ഈ പേപ്പട്ടികള്, വേട്ടപ്പട്ടികള്, DYFI പിന്നെ SFI എന്നൊക്കെ പറയുന്ന വേട്ടപ്പട്ടികള്, ക്രൂര മൃഗങ്ങള് കേരളം ഭരിച്ച് അഴിഞ്ഞാടുമ്പോൾ ഒരേ ഒരു ദേശസ്നേഹിയായ മുഹമ്മദ് ആരിഫ് ഖാൻ ജന്മമെടുത്തല്ലോ. ഇവരെയൊക്കെ പാകത്തിനാക്കാനായിട്ട് നിയമത്തിന്റെ വഴിയിൽ, മര്യാദയുടെ വഴിയിൽ, അക്രമത്തിന്റെ വഴിയെ അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിനെ ആയിരുന്നു എല്ലാവരും കൂടിയിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹം പിടിച്ചു നിന്നു. ഇത്രയും പ്രായമായ ഒരു മനുഷ്യനായിട്ടും ഈ SFI ഗുണ്ടകൾക്ക്, ഈ ആർഷോ വേട്ടപ്പട്ടി, ആർഷോ എന്ന് പറയുന്ന വെറും പേപ്പട്ടിയാണ്. അവനെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ തല്ലിക്കൊല്ലണം. അവന്റെ ചെങ്കിടികളെ അഴിച്ചു വിട്ടിട്ട് അവൻ മറ്റുള്ളവരുടെ നേരെ കുതിര കയറാനായിട്ട് വിടുമ്പോ ഈ ആർഷോ എന്ന് പറഞ്ഞവനെ, ഈ വേട്ടപ്പട്ടിയെ, അവന് പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ തല്ലിക്കൊല്ലണം. എന്നാലേ ഈ കുട്ടിക്കുരങ്ങന്മാരെ നേരെയാവുള്ളൂ. ഞാൻ അത്രയ്ക്കും എന്റെ ഉള്ളിലുള്ള രോഷമാണ് ഞാൻ പറയുന്നത്. ഐ എം വെരി സോറി. പറയാതിരിക്കാൻ പറ്റില്ല. കൊച്ചുമക്കളാണ്, പഠിക്കാനും പിന്നെ ജോലി മേടിക്കാനും കുടുംബം കെട്ടിപ്പടുക്കാനും ആഗ്രഹിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കൊച്ചുമക്കളെയാണ് കൊലയ്ക്ക് കൊടുക്കുന്നത് കൊലപാതകികള്. ഈ അക്രമ രാഷ്ട്രീയം, ഈ സുഡാപ്പി രാഷ്ട്രീയം, ഈ SDPI രാഷ്ട്രീയം, ഈ പച്ച രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാവണം. കമ്മ്യൂണിസമാണ് പാല് കൊടുത്ത് വളർത്തുന്നത് സുഡാപ്പി കുഞ്ഞുങ്ങൾക്ക്. ഈ സുഡാപ്പി കുഞ്ഞുങ്ങളാണ് അഴിഞ്ഞാടുന്നത്. ആണും പെണ്ണും അടക്കം വകഭേദമില്ലാതെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് അക്രമ രാഷ്ട്രീയം. അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് അഭിമന്യുവിനെ കൊലയ്ക്ക് കൊടുത്ത SDPI ഗുണ്ടകളാണ് അഭിമന്യുവിനെ കോളേജിൽ കയറിയിട്ട് തീർത്തത്. ഇത് കുറെ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ ഇത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഇനിയും സഹിക്കാൻ വയ്യ. മക്കളെ കൊലയ്ക്ക് കൊടുക്കുന്ന, മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർക്ക്, മക്കളുള്ള അമ്മമാർക്ക് എല്ലാവർക്കും ഈ സങ്കടം മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും രോഷാകുലിയായി പറഞ്ഞത്. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. പക്ഷെ പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയെങ്കിലും എല്ലാവരും കൂടി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുന്നു. അതുപോലെ ഈ നാട്ടിലെ ഓരോരുത്തരും പ്രതികരിക്കണം. എന്നെ പോലെ ഓരോ അമ്മമാരും പ്രതികരിക്കണം. അവരവർക്ക് അറിയുന്ന ഭാഷയിൽ, അറിയുന്ന രീതിയിൽ നമ്മുടെ നാടിനെ രക്ഷിക്കണം. നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണം. അല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളെ വകവരുത്തും ഈ കാട്ടാളന്മാര്, ഈ പേപ്പട്ടികള്. എല്ലാ അമ്മമാരോടും, കേരളത്തിലെ എല്ലാ അമ്മമാരോടും ഞാൻ വിനീത വിധേയമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഈ വക കാര്യങ്ങളിൽ നിങ്ങൾ പ്രതികരിക്കണം. മിണ്ടാതിരുന്നാൽ നാളെ നമ്മുടെ മക്കളാണ് ഇതുപോലെ ആയി പോകുന്നത്. അതിന് നിങ്ങൾ ഇട കൊടുക്കരുത്. എല്ലാ അമ്മമാരോടും ഞാൻ അത്രയും ഹൃദയവ്യതയോട് കൂടിയിട്ട്, വേദനയോട് കൂടിയിട്ട് ഞാൻ പറയാണ്, സിദ്ധാർത്ഥിനെ പോലെ ഒരു ഗതി ഇനിയൊരു മക്കൾക്ക് വരരുത്. സിദ്ധാർത്ഥിന് ചെയ്ത പോലെ ഒരാളെയും ഇനി ചെയ്യരുത്. സഹിക്കാൻ പറ്റാത്തതാണ് സിദ്ധാർത്ഥിനോട് ചെയ്തത്.
ആ പയ്യനോട് ചെയ്തത് സഹിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കൈയഴിഞ്ഞ് എല്ലാവരോടും ഞാൻ പറയാണ്, കേരളത്തിലെ അമ്മമാരെ, നിങ്ങൾ എല്ലാവരും കേൾക്കണം എന്റെ വാക്കുകൾ. എന്നിട്ട് നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ ഇതിനെ പ്രതികരിക്കണം. കാരണം നമുക്ക് നിയമമോ കോടതിയോ ആരും നമ്മളെ രക്ഷിക്കാൻ വരില്ല. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ക്രൂര മൃഗം കേരളത്ത് ഭരിക്കുന്നിടത്തോളം കാലം, SDPI എന്ന സുഡാപ്പീസിന് പാല് കൊടുക്കുന്നിടത്തോളം കാലം നമുക്ക് യാതൊരു തരത്തിലുള്ള നീതിയും ന്യായവും ലഭിക്കില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും നന്ദി, നമസ്കാരം.